നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ന്യൂസിലാൻഡ് 5 മത്സരങ്ങളുടെ T20 പരമ്പര നാളെ നാഗ്പൂരിൽ ആരംഭിക്കുകയാണ്. ഏകദിന പരമ്പരയിൽ പരാജയപ്പെട്ടതുകൊണ്ടും T20 വേൾഡ് കപ്പ് അടുത്ത് നിൽക്കുന്ന സമയമായതിനാലും ഈ പരമ്പര വിജയിക്കുക എന്നുള്ളത് ഇന്ത്യൻ ടീമിന് പരമപ്രധാനമാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്പർ 3യിൽ ആര് കളിക്കും എന്നുള്ളതിനുള്ള മറുപടി, ഇഷാൻ വിൽ പ്ലേ അറ്റ് നമ്പർ 3. ഹീ ഈസ് പാർട്ട് ഓഫ് ദി വേൾഡ് കപ്പ് സ്ക്വാഡ് ആൻഡ് ഡിസേർവ്സ് ടു പ്ലേ എന്നാണ് സൂര്യ പറഞ്ഞത്. അതായത് ശ്രേയസ് അയ്യർ ആയിരിക്കില്ല. തിലകിന് പരിക്കേറ്റ ഈ ഒരു സാഹചര്യത്തിൽ പകരമായിട്ട് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയ ശ്രേയസ് അയ്യരല്ല നാളെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക. പകരം ഇഷാൻ കിഷൻ ആയിരിക്കും. നമ്പർ 3യിൽ ഇഷാൻ കിഷൻ കളിക്കും എന്ന് തന്നെ പറയുന്നു. വേൾഡ് കപ്പ് ടീമിൽ ഇഷാൻ കിഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ കളിക്കാൻ അർഹനാണ് എന്നാണ് സൂര്യയുടെ വാക്കുകൾ. അതോടൊപ്പം തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. സ്വന്തം ഫോമിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിങ്ങനെയാണ്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ എൻ്റെ കളി രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് കരുതുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് എൻ്റേതായിട്ടൊരു രീതിയുണ്ട്, അതെനിക്ക് വലിയ സക്സസ് നൽകിയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ നെറ്റ്സിൽ നന്നായിട്ട് ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റണ്ണ് സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മെത്തേഡുകളിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് മുന്നോട്ട് പോകും. ഇഫ് ദാറ്റ് ഗീവ്സ് മീ റൺസ് ഗ്രേറ്റ്, അല്ലെങ്കിൽ ഐ വിൽ ഗോ ബാക്ക് ടു ഡ്രോയിങ് ബോർഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ തിലകിൻ്റെ കാര്യത്തിൽ ഒബ്വിയസ്ലി ഞങ്ങൾ തിലകിനെയും വാഷിയെയും മിസ് ചെയ്യും. പക്ഷേ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് പേഴ്സൻ്റെ കരിയറിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കളിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ തുറന്ന് കിട്ടുന്നത് എന്നുകൂടി സൂര്യ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ നാളെ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും? ഇഷാൻ കിഷൻ ഉണ്ട്, വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. അപ്പോൾ പിന്നെ സഞ്ജു സാംസണിന് പ്ലേയിങ് 11 ഇടമുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാകും. അദ്ദേഹം ഓപ്പണറായിരിക്കും. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ശുഭ്മൻ ഗില്ലിനെ ഒഴിവാക്കി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് തന്നെ വേൾഡ് കപ്പിൽ ഓപ്പൺ ചെയ്യിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം നമുക്ക് ടീം ന്യൂസ് ഒന്ന് നോക്കിയാൽ സൂര്യകുമാർ യാദവ് ഇഷാൻ കിഷൻ കളിക്കുമെന്ന് കൺഫേം ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹം ഉണ്ടാകും. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം നമ്പർ 8ൽ ആര് വരും എന്നുള്ളതാണ്. അവിടെ ബാറ്റിംഗ് ഓൾറൗണ്ടർ ശിവൻ ദ്യൂബയാണോ, ബൗളിംഗ് ഓൾറൗണ്ടർ ഹർഷിത് റാണയാണോ വരിക എന്നതാണ് ചോദ്യം. അത് നമുക്ക് കാത്തിരുന്ന് കാണണം. പിന്നെ 2 സ്പിന്നർമാരെ കളിപ്പിക്കുമോ, അതായത് 2 റിസ്റ്റ് സ്പിന്നർമാരെ കളിപ്പിക്കുമോ എന്ന ചോദ്യമുണ്ട്. കുൽദീപിനെയും വരുൺ ചക്രവർത്തിയെയും ഒരുമിച്ച് കളിപ്പിക്കുമോ? അപ്പോൾ ഇവിടെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നാഗ്പൂർ പിച്ച് ഒരു ഡ്രൈ ആൻഡ് ഗ്രിപ്പി പിച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും 2 റിസ്റ്റ് സ്പിന്നേഴ്സിനെയും ഇന്ത്യ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടീഷൻ അനുസരിച്ചാണ് ആ തീരുമാനം എടുക്കുക എന്നർത്ഥം. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബബിൾ 11 നമ്മൾ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, നമ്പർ 3യിൽ ഇഷാൻ കിഷൻ, ദെൻ സൂര്യകുമാർ യാദവ്, അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ, നമ്പർ 6ൽ അക്സർ പട്ടേൽ, നമ്പർ 7 റിങ്കു സിംഗ്, നമ്പർ 8 ഹർഷിത് റാണ വരുമെന്ന് കരുതാം. അല്ലെങ്കിൽ പിന്നെ സയ്യിദ് ശിവൻ ദ്യൂബക്കാണ്. ദെൻ അർഷ്ദീപ് സിംഗ് വരും, ജസ്പ്രീത് ബുംറ ആൻഡ് വരുൺ ചക്രവർത്തി. അതല്ല ഇനിയിപ്പോൾ 2 സ്പിന്നർമാരെ കളിപ്പിക്കാൻ തീരുമാനിച്ചാൽ അർഷ്ദീപിൻ്റെ സ്ഥാനത്ത് കുൽദീപ് വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും മറുഭാഗത്ത് മൈക്കൽ ബ്രേസ്വെല്ലിന് പരിക്ക് പറ്റിയിരിക്കുകയാണ്. അദ്ദേഹം ഈ കളിക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ആരായിരിക്കും അവരുടെ ടീമിൽ കളിക്കുക? പ്രോബബിൾ 11 എങ്ങനെയാവും നമ്മൾ നോക്കുകയാണ്. ടിം റോബിൻസണും ഡെവൻ കോൺവോയും ഓപ്പൺ ചെയ്യുമ്പോൾ ദെൻ നമ്പർ 3യിൽ രജിൻ രവീന്ദ്ര ഉണ്ടാകും. ദെൻ നമ്പർ 4ൽ ഡാരിൽ മിച്ചൽ, നമ്പർ 5 ഗ്ലെൻ ഫിലിപ്സ്, അതിനുശേഷം മാർക്ക് ചാപ്മാൻ, നമ്പർ 7 ജിമ്മി നീഷം, നമ്പർ 8 മിച്ചൽ സാൻഡർ, നമ്പർ 9 മാറ്റ് ഹെൻറി, നമ്പർ 10 നിഷ് സോദി, നമ്പർ 11 ജേക്കബ് ഡഫി. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ന്യൂസിലാൻഡ് 11. ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഔട്ട്ഫീൽഡ് ഉള്ള ഇന്ത്യൻ വെന്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെന്യൂവിൽ തീർച്ചയായിട്ടും സ്പിന്നേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കാനുണ്ടാകും. എങ്കിലും മികച്ച ഒരു റണ്ണ് പിറക്കും ഈ ഒരു പിച്ചിൽ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ വീണ്ടും എത്താം.